ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ ഒട്ടും സുഖമില്ല കേട്ടോ. എനിക്ക് പനിയൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾക്ക് തിരുവോണം കഴിഞ്ഞ ദിവസം തുടങ്ങിയതാണ് പനിയൊക്കെ. ആദ്യം അച്ഛനാണ് വന്നത്. അച്ഛന് ഉത്രാടത്തിൻ്റെ അന്നേ ഉണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് തിരുവോണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് അവിട്ടത്തിൻ്റെ അന്നാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. കൺമണിക്കും ഉണ്ട്. തിരുവോണം കഴിഞ്ഞ ഉടനെ തന്നെ കൺമണിക്കും അസുഖമായി. കൺമണീൻ്റെ അടുത്ത് നിന്നാണ് എനിക്ക് കിട്ടിയത്. ഇപ്പം അമ്മയ്ക്കുമായി. അപ്പോൾ അച്ഛനൊരു പനിയും കൊണ്ട് വന്നതാണ് വീട്ടിലേക്ക്. അപ്പോൾ എല്ലാവർക്കും വന്നു. ഇന്നലെ മിനിയാന്നൊക്കെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര കിടത്തായിരുന്നു. അമ്മ അപ്പോഴൊക്കെ ആക്റ്റീവായിരുന്നു. ഇന്നിപ്പം ഞാൻ കുറച്ച് തലപൊക്കിയിട്ടുണ്ട്. അതായത് എനിക്ക് മൂക്കടപ്പുണ്ട്, ചെറിയ എൻ്റെ വോയിസൊക്കെ മാറിയിട്ടില്ലേ, മൂക്കടപ്പുണ്ട്. പക്ഷെ ആ ഒരു എന്താ പറയുക, വല്ലാത്തൊരു അച്ചീച്ചിയൊന്നുമില്ല. കാരണം ഇത്രയും ദിവസം എനിക്ക് ഭയങ്കര തുമ്മലായിരുന്നു, ഇങ്ങനെ മൂക്കടപ്പായിട്ട്. അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം സമയം 10:30 ഞാൻ ഇപ്പോഴാണ് ഉറങ്ങി എഴുന്നേറ്റ്. കാരണം രാത്രി എനിക്ക് ചുമയുണ്ട്. അപ്പോൾ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത് കേട്ടോ. കിടക്കുമ്പോഴാണ് ചുമ വരിക. എല്ലാവർക്കും അറിയാമല്ലോ, ചുമയുടെ കാര്യം അങ്ങനെയല്ലേ. അപ്പോൾ രാത്രി ഉറങ്ങാത്തതുകൊണ്ട് ഞാൻ 10:30 ഇപ്പോൾ എഴുന്നേൽക്കുമ്പം ഒന്നും അമ്മയും അച്ഛനും അവർ രാവിലെ അവലെന്തോ കഴിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എനിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണം. ഇന്നത്തെ ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. വയ്യാതിരിക്കുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരിക്കും, വീട്ടിലെല്ലാവരും കൂടി എല്ലാവർക്കും വയ്യാതിരിക്കുമ്പോഴൊരു ഡേ ഇൻ മൈ ലൈഫ് എന്തായിരിക്കും എന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അച്ഛനിപ്പോൾ കുഴപ്പമില്ല. അച്ഛൻ എഴുന്നേറ്റ് അച്ഛൻ കൺമണീനെ നോക്കുന്നുണ്ട്. കൺമണി അച്ഛനും ഇപ്പോൾ കളിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുണ്ടായാലും കുഴപ്പമില്ല. അവർ എന്താ പറയുക, ആദ്യത്തെ 2-3 ദിവസം മാത്രമേ അച്ഛന് വല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അച്ഛൻ്റെ ചുമയും മാറി, ഒക്കെ മാറി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് പോയാലോ. അച്ഛനും കണ്ണും അടങ്ങിയിരിക്കുന്നുണ്ട്. ഞാൻ 2-3 ദിവസമായിട്ട് കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടുതലും ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാം, പുട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. എനിക്ക് മാത്രം പുട്ടുണ്ടാക്കാം. പിന്നെ അതിൻ്റെ കൂടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഉച്ചയ്ക്കുള്ള തോരൻ എന്തെങ്കിലും വയ്ക്കാം. ഇവിടെ അങ്ങനെ ആർക്കും ചാറ് കറിയൊന്നും നിർബന്ധമില്ല. പിന്നെ ആർക്കും വയ്യല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു തോരനും വെച്ച് പുട്ടും ഉണ്ടാക്കി. പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് പഴമുണ്ട്. അപ്പം അതുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയല്ലോ. അപ്പോൾ അടുക്കളയിൽ ഒരുപാട് സമയം നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉച്ചയ്ക്കത്തെ കാര്യം റെഡിയായി. അമ്മ രാവിലെ തന്നെ നമ്മുടെ റൈസ് കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പം ചോറിൻ്റെ പണിയില്ല, ബാക്കിയല്ലേ, അത് നമുക്കിപ്പോൾ ചെയ്യാം. തോരൻ വയ്ക്കാൻ പയറുണ്ട്, അതുപോലെ തന്നെ പാവയ്ക്കുണ്ട്. അപ്പോൾ ഇന്നലെ പയറായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് പാവയ്ക്ക വെച്ചാലും. പാവയ്ക്ക വെക്കാൻ വേറെ കാരണം കൂടെ ഉണ്ട്. അച്ഛന് ഷുഗറൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ പനിയൊക്കെ വന്നിട്ട് അച്ഛന് ഷുഗർ നല്ല കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ വയറ്റിലോട്ട് പോയിക്കോട്ടെ, നല്ല നല്ല സാധനങ്ങൾ. അപ്പോൾ നമുക്ക് പാവയ്ക്ക ഉണ്ടാക്കാം. 2 മതിയാവും. കാരണം എല്ലാവരും ഭക്ഷണം ഭയങ്കര കുറവാണ്. ഒത്തിരി ഒന്നും ഭക്ഷണം കഴിക്കില്ല, സുഖമില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം തോരൻ. ഞാൻ സാധാരണ തേങ്ങയൊന്നും ഇടാറില്ല. ഞാൻ അതിൽ കുറച്ചിങ്ങനെ എരിവൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കാറില്ലേ. കൂടുതലും ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാറ്. ഇത് റൗണ്ടായിട്ട് മുറിച്ചിട്ട് നമ്മുടെ പാവയ്ക്ക. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു തോരൻ വയ്ക്കാം, ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള തോരൻ വയ്ക്കാം. പിന്നെ ഇന്നലെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ അച്ഛൻ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയപ്പോൾ നമ്മൾ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മീനും ഉണ്ട്. മീൻ വേണ്ടവർക്ക് മീൻ കഴിക്കാം. പക്ഷേ വയ്യാത്തതുകൊണ്ട് മീൻ കഴിക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നു. ഇന്നലെ ആരും മീൻ കഴിച്ചില്ല. ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചു, കൺമണി മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ മീൻ വേണമെങ്കിൽ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. സംഭവങ്ങളൊക്കെ കുറച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. പാലിൻ്റെ ബോട്ടിലൊക്കെ കാലിയാണ്. വയ്യാണ്ടായതിനു ശേഷം ആരും പാലൊന്നും വാങ്ങിച്ചിട്ടില്ല. എനിക്കിങ്ങനെ ചെറുതായിട്ടൊക്കെ മുറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ദാവണഗിരിയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മുറിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഇതെങ്ങനെ ഇത്ര ചെറുതായിട്ട് മുറിക്കുന്നതെന്ന്. ഞാൻ ഇഞ്ചിപ്പുളിക്കും അങ്ങനെ തന്നെ ചെറുതായിട്ട് മുറിച്ച് കൊടുത്തു. എന്നിട്ട് അമ്മ അതിനെ വീണ്ടും ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ മിക്സിയിൽ. അപ്പോഴേക്കും ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പോലെ വല്ലാണ്ട് പേസ്റ്റായി. അപ്പോൾ എൻ്റെ അമ്മ പറയായിരുന്നു, നീ അത്രയും ചെറുതായി മുറിച്ചതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ
മിക്സിയിൽ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അത്രയും ചെറുതായിട്ടാണ് മുറിച്ചത്. ഞാൻ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പം എനിക്ക് വേറെ ആരെങ്കിലുമൊക്കെ എനിക്ക് മുറിച്ച് തന്നാൽ ഒട്ടും കംഫർട്ടബിൾ ആവില്ല. കാരണം നമ്മൾ ഓരോ പച്ചക്കറി മുറിക്കുന്നതും ഒരു സ്റ്റൈലുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്, ഓരോ കറിക്ക് ഓരോ രീതി. അപ്പം ഇവിടെ പ്രശ്നമില്ല, ഇവിടെ അമ്മയ്ക്ക് അറിയാമല്ലോ, അമ്മയുടെ രീതി തന്നെയാണ് എൻ്റെ രീതിയും കുറേയൊക്കെ. അപ്പോൾ ഇവിടെ അമ്മ മുറിച്ചെന്ന പ്രശ്നം എനിക്ക് ഉണ്ടാവാറില്ല. പക്ഷെ ദാവൻഗിരിന്ന് ഞാൻ ആരെ കൊണ്ടും മുറിപ്പിക്കില്ല കേട്ടോ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറയും ഞാൻ മുറിച്ച് തരാം, അല്ലെങ്കിൽ ഓണം വന്നാലും എന്ത് വന്നാലും ഇത്രയും സാധനം ഉണ്ടെങ്കിലും ഞാനായിട്ട് മുറിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് പറയും ഞങ്ങൾ മുറിക്കാൻ പറയുമ്പോൾ എൻ്റെ ഒരു കറിയുടെ സ്റ്റൈല് നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് മുറിക്കണ്ട പറയും. അപ്പോൾ അതിനെല്ലാവരും എൻ്റെ അടുത്ത് ഭയങ്കര വഴക്കാണ്, ഞാൻ ആരെയും അങ്ങനെ ഒരു അടുക്കളയിൽ കയറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എൻ്റെ അത്രയും ഒരു ചെറുതായിട്ടൊന്നും അവർ മുറിക്കില്ല, അവരത് കുറച്ചുകൂടെ എല്ലാം വലിയ വലിയ കഷ്ണങ്ങൾ, ഒരു അവിയൽ പരുവത്തിലാണ് എല്ലാം മുറിക്കുക. ഞാൻ മുറിച്ച് കഴിഞ്ഞിട്ട് വിളമ്പുമ്പോൾ പറയും ഇതെങ്ങനെ മുറിച്ചു എന്നാലും ഇത്രയും ചെറുതാക്കിയിട്ടൊക്കെ ഇങ്ങനെ ചോപ്പറിലാണോ എന്നൊക്കെ ചോദിക്കും. അത് മിൽക്ക് റസ്ക് തന്നെയാ? നേരത്തെ എങ്ങനെ വന്നിനി? ചെറുതല്ലേ. കൺമണിക്ക് അങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ദാവൻഗിരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പാർസൽ വന്നു കഴിഞ്ഞാൽ അതാണ് അവളുടെ മെയിൻ പരിപാടി. നമുക്ക് പെട്ടെന്ന് പാവയ്ക്ക തോരൻ ഉണ്ടാക്കാം. ചെമ്പപ്പുട്ട് ഉണ്ടാക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഒരു ഇളം ചൂടുവെള്ളം ഒഴിക്കാം. ഇളം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കിതിനെ കുഴച്ച് എന്നിട്ട് ഇത് മാറ്റി വയ്ക്കണം. ആ സമയത്ത് നമുക്ക് തേങ്ങ ചിരയണ്ടേ, അപ്പോൾ ഒരു കുറച്ച് സമയത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കുറച്ചുകൂടി പുട്ട് നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ദാവൻഗിരിയിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കേരള ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട്. അപ്പോൾ ഇപ്രാവശ്യം പോകുമ്പോൾ കുറച്ച് പുട്ടുപൊടിയൊക്കെ കൊണ്ടുപോകണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2 പാക്കറ്റ് കൊണ്ടുപോയി, ഒന്ന് ഫുള്ള് കഴിഞ്ഞു, ഒന്നുണ്ട്. പിന്നെ ഇടിയപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, പുട്ടും ഇടിയപ്പവും. പക്ഷേ ഈ ഒരു പുട്ട് അവർ കഴിച്ചിട്ടില്ല. അപ്പം അവർ ഒരു കളർ കാണുമ്പോൾ എന്നോട് ഇത് റാഗി പുട്ടാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ എനിക്ക് ദാവൻഗിരി ഇല്ലാത്തൊരു സാധനമാണ് നമ്മുടെ ചിരവ. ദാവൻഗിരിയിലുണ്ടല്ലോ, ദാവൻഗിരത്തെ ചിരവ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കത്തിയുണ്ട്, അതായത് നിലത്ത് വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. ഫുൾ നിലത്തിരിക്കണം. അതിന് ഇതുപോലത്തെ ഒരു ചെറിയൊരു പലകയുണ്ട്, അതിൻ്റെ മുകളിൽ ഇവിടെ ഒരു കത്തിയാണ്, അതിൻ്റെ അറ്റത്ത് ഇതുപോലെ. അപ്പോൾ അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും, ഭയങ്കര റിസ്ക്കാണ്. അവിടെ ആർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അമ്മമ്മ മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. പിന്നെ അവരവിടെ തേങ്ങ അവർക്ക് തേങ്ങ വേണ്ട, അവർക്ക് തേങ്ങ വേണമെങ്കിൽ ഇങ്ങനെ പൂളി എടുത്തിട്ട് മിക്സിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടുകെട്ടുറാക്കും. അവരുടെ തേങ്ങയുടെ പരിപാടി. തേങ്ങ യൂസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം പോകുമ്പം ഇതുപോലൊരു ചിരവ കൊണ്ടുപോകാം, കാരണം എനിക്ക് എല്ലാത്തിനും തേങ്ങ വേണം. അവർക്ക് തേങ്ങ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കി കൊടുത്താലും കഴിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഒരു ചിരവ എന്തായാലും മറക്കാതെ കൊണ്ടുപോകണം. എനിക്ക് ആ നിലത്ത് ഇരുന്നിട്ട് ഒന്നാമത് നമുക്കത് പരിചയമില്ലാത്തതുകൊണ്ട് ബാലൻസ് കിട്ടില്ലേ, എപ്പോഴും എൻ്റെ കൈക്ക് കുത്തിക്കയറലാണത്. അത് ഞാൻ ഇതുവരെ അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാണ്ടിരുന്നത് അബദ്ധമായിരിക്കും. ഞാനവിടെ താഴേക്ക് ഇരുന്നിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, ഒന്ന് ബാലൻസ് ചെയ്ത് ഇരുന്ന് ആ ചിരകുന്നതൊക്കെ ഒരു വല്ലാത്തൊരു ടാസ്ക്കാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇതുവരെ ചെയ്യാണ്ട്. പടിയ സ്കൂളിൽ പഠിക്കുമ്പം ഉച്ചയ്ക്ക് കൂടുതൽ ദിവസവും ഞാൻ പുട്ടും പഴവും കൊണ്ടുപോകാം. എനിക്കിങ്ങനെ കറിയോ അതൊന്നും കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ്, അത് മറിയോ അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഞാൻ കൂടുതലും കൊണ്ടുപോകാം ഇത് തന്നെ, പുട്ടും പഴവും. എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും, ബിരിയാണി അങ്ങനത്തെയൊക്കെ. അപ്പം ഞാൻ അവരുടെ അടുത്ത് നിന്ന് അതൊക്കെ കഴിക്കും. എൻ്റെ സ്കൂളിൽ ഞാൻ എന്നും കൊണ്ടുവന്നൊരു ഐറ്റം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചോറ് കൊണ്ടുവന്ന ദിവസം ചോറിന് പയറ് തോരൻ മാത്രം, പയറ് തോരനും അച്ചാറും. അപ്പം നമ്മൾ മിനിയാന്നും ഓണത്തിന് അന്ന് ഞാൻ ഷാനനെ കണ്ടപ്പോൾ ഷാന പറയുമായിരുന്നു, നിൻ്റെ പയറ് തോരൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, പയറ് തോരനും നെല്ലിക്കച്ചാറെന്ന്. അതായിരുന്നു എൻ്റെ എപ്പോഴത്തെ ഫുഡ്. ഇല്ലെങ്കിൽ പുട്ടും പഴവും. സുഖമില്ലാത്തതുകൊണ്ട് ഒരുപാട് സമയം നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ തല കറങ്ങണം. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഒരു മീനും വറുത്തിട്ട് അപ്പുറത്തേക്ക് പോവാം, അപ്പോൾ എൻ്റെ പണി തീരുമല്ലോ. മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ
കിളിമീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കിളിമീൻ കുറച്ച് മുള്ളു കൂടുതലാണ്. കൺമണി കഴിക്കുവാറില്ല, കൺമണി റസ്ക്കൊക്കെ കഴിച്ചു ഇപ്പോൾ. അപ്പം വിചാരിച്ചു കിളിമീൻ നമുക്കൊന്ന്, ഇനി 2 എണ്ണേ ഉള്ളൂ, കാരണം ബാക്കിയൊക്കെ ഇന്നലെ ഫ്രൈ ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ ചെമ്പല്ലി ഉണ്ട്, അത് കറി വെക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു വേണമെങ്കിൽ അത് ഫ്രൈ ചെയ്തോന്ന്, പക്ഷേ അതിനിപ്പോൾ നാളെ കറി വെക്കാം. പിന്നെ ഇനിയിപ്പം ഈ ഒരു 2 പീസ് എൻ്റെ ഭക്ഷണമായി. എനിക്ക് ഇപ്പോൾ ഓൾറെഡി സമയം 12 മണിയായി കേട്ടോ. ഇനി എൻ്റെ ലഞ്ചൊക്കെ കണക്കാം. അത് ഫുഡൊന്നും അങ്ങനെ ഒരു പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് എനിക്കിപ്പം ചെറിയ ചെറിയ റീൽസൊന്നും, അതായത് ഷോർട്സ് ഒന്നും ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഒന്നാമത് ഒന്നും ഉണ്ടാക്കാനുള്ളൊരു മൂഡും അതുപോലെ അത് ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു മൂഡൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഇന്നിനിപ്പം തിങ്കളാഴ്ച മുതൽ ഞാനും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ചെറിയ ചെറിയ വീഡിയോസ്, ഷോർട്ട് വീഡിയോസ്. അപ്പോൾ ഇപ്പം മീൻ ആർക്കും വേണ്ട. അച്ഛനും കണ്ണനും മാത്രമേ വേണ്ടി വരുള്ളൂ. അമ്മയ്ക്കും വായിക്കൊന്നും ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും കഴിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ആ ഉള്ള 2 കഷ്ണം ഫ്രൈ ചെയ്ത് വയ്ക്കാം. പിന്നെ ഒരു ഇഞ്ചി വെച്ചിട്ടൊരു ചമ്മന്തി അരയ്ക്കാം. ഇഞ്ചി നല്ലതല്ലേ ചുമയ്ക്കൊക്കെ. അപ്പോൾ ഒരു ഇഞ്ചി ചമ്മന്തി, എന്നിട്ട് തേങ്ങയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടൊരു ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുക്കളയിൽ നിന്ന് കുറച്ച് സമയത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ വേറെ പണിയൊന്നുമില്ല. ഇത് ഞാൻ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീനാണ്. ഇന്നലെ കൊണ്ടുവന്ന ഉടനെ ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇന്നലെ നമ്മളെല്ലാവരും കഴിച്ചു. ഇന്നിപ്പം എനിക്ക് വേണ്ട, അവർക്ക് മാത്രമേ വേണ്ടൂ. ചെറിയൊരു പണിയുണ്ട്. ഇനി വാഷ് ചെയ്തതൊക്കെ ഒന്ന് വിരിച്ചിടണം. നീ വേണ്ട കണ്ണു ഇവിടെ നല്ല പറഞ്ഞേ കഴിക്കാൻ പറ്റില്ല മോനെ, അച്ഛൻ തരും. ഇതെടുത്ത് വെച്ചാൽ ഈ വാലിൻ്റെ ഇതിൽ കുറവായിരിക്കുമുള്ളൂ. അപ്പോൾ എൻ്റെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചേരം ഉറങ്ങാൻ വിചാരിക്കാൻ കേട്ടോ. കുറച്ചേരം ഉറങ്ങി എഴുന്നേറ്റിട്ട് ബാക്കി കാണിച്ചു തരാം. ബാക്കി ഇന്ന് വൈകുന്നേരം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പുറത്ത് കൺമണിക്ക് ഒരു ഊഞ്ഞാല് കെട്ടാനൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വൈകുന്നേരം ചെയ്യാം. നല്ല ക്ഷീണമുണ്ട്, കുറേ നേരം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്കൊരു തലകറക്കൊക്കെ വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചേരം ഉറങ്ങി എഴുന്നേക്കാന്ന്. അപ്പോൾ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് കാണാം കേട്ടോ. എനിക്ക് ഭയങ്കര ചുമയായിരുന്നു ഉറങ്ങാൻ കിടന്നിട്ട്. ഞാനൊരു എത്ര മണിയായി ഉറങ്ങിയപ്പോഴേക്കും ഞാനൊരു എനിക്ക് തോന്നുന്നു 2:15 ഉറങ്ങിയപ്പോഴേക്കും. ഞാൻ വിചാരിച്ചു കുറച്ച് ചുക്ക് കാപ്പി ഉണ്ടാക്കാം, എന്നിട്ട് പുറത്തേക്ക് പോകാം. ചുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ട് ഈ ചുക്ക് കാപ്പി പൊടിയുണ്ട്. ഇപ്പോഴത്തെ എനിക്ക് മാത്രമേ വേണ്ടൂ. അമ്മ ഉറങ്ങിയാണ്, അച്ഛനും കണ്ണും പുറത്ത് കളി എന്തോ ആണ്. അപ്പം എനിക്ക് ഉറങ്ങാൻ കിടന്നിട്ട് ഭയങ്കര ചുമയായിരുന്നു കേട്ടോ. കിടക്കാനേ പറ്റണ്ടായിരുന്നില്ല. ഞാൻ 1 മണിയാകുമ്പോൾ കിടന്നിട്ട് ഉറങ്ങുമ്പോഴേക്കും ഒരു 2-2:30 ഇപ്പോൾ സമയം 5 മണിയായി അവിടെ എഴുന്നേറ്റ്. ഇനിയിപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റുമോ ഒക്കെ കിട്ടുമോയെന്നൊന്നും അറിയില്ല. പിന്നെ നല്ല ക്ഷീണമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഉറങ്ങി തീർക്കാം. ഇടയ്ക്കൊക്കെ അച്ഛൻ വന്നിട്ട് വിളിച്ചു എഴുന്നേക്ക് പറഞ്ഞിട്ട് പനിയുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നു. പക്ഷെ എനിക്ക് പനിയൊന്നുമില്ല, ചുമ, വേറെ പ്രശ്നമൊന്നുമില്ല. ആ ഒരു ഊഞ്ഞാല കെട്ടേണ്ട പരിപാടിയിലാണ്. ഈ മാവിൻ്റെ മുകളിൽ ഊഞ്ഞാല കെട്ടാനാണ് നമ്മൾ പരിപാടി. ഓക്കേ. അച്ഛൻ ഇങ്ങനെ ഇടുന്ന അങ്ങോട്ട് മുകളിലേക്ക് എറിഞ്ഞാൽ പോരാ? ആ അച്ഛൻ 2 വേണ്ടേ?
ഇങ്ങനത്തെ ആയതുകൊണ്ട് അത് വേണ്ട, ഞാൻ പറയട്ടെ. മതി കളയണ്ട. നമുക്ക് ഒരു കോലെടുത്ത നമുക്ക് പാടാൻ കേട്ടോ. അത്ര വലുതാ മോനെ, ദൂരം നിൽക്കണം. അച്ഛനടുത്ത് പോയിക്കോ, അച്ഛനടുത്ത് പോയിക്കോ. ഒരു ഇത് കണ്ണു തരിക്കും. അച്ഛനടുത്ത് പോയിക്കോ. അസുഖമായിട്ടും ആരും വെറുതെ ഇരിക്കുന്നില്ല കേട്ടോ. ഇത് കൺമണിക്ക് ചെറിയൊരു എന്താ പറയുക, ഒരു പഴയ കാല ഓർമ്മയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഒരു ഞാനാ കണ്ണു അച്ഛൻ വിളിക്കുന്നത്. പണ്ട് എനിക്കൊരു ഊഞ്ഞാലുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ കുറേ ടൈം ഞാൻ അതിൽ തന്നെ സ്പെൻഡ് ചെയ്ത്. ലാസ്റ്റ് അച്ഛൻ മരം എന്തിനോ മുറിച്ച് കളഞ്ഞതാണ്. പക്ഷെ ആ മരം മുറിച്ച് കഴിഞ്ഞപ്പോൾ അതെനിക്ക് വലിയ വിഷമമായിരുന്നു. ഇപ്പം എന്നിട്ട് നമ്മൾ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, എന്നാൽ പോലും കൺമണിക്ക് നമുക്കൊരു എന്താ പറയുക, ഒരു ഊഞ്ഞാലിൻ്റെ ഒരു സംഭവം ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും ദിവസം പനിയായിരുന്നു. ഞാൻ 2-3 ദിവസം മുന്നേ പ്ലാൻ ചെയ്തത്. പിന്നെ പനിയൊക്കെ പോയിട്ട് പുറത്തേക്ക് ഇറക്കി കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഫൈനലി ഒരു ഊഞ്ഞാൽ സെറ്റായിട്ടുണ്ട്. ഇതിൽ വേറെ ഉദ്ദേശം കൂടി ഉണ്ട്. ഇടയ്ക്ക് എനിക്കിരുന്ന് ആടാലോ. പക്ഷെ ഇവിടെ നല്ല തണലുണ്ട്. ഉച്ചയ്ക്കൊന്നും അങ്ങനെ വെയിലടിക്കില്ല, മാവിൻ്റെ മരമായതുകൊണ്ട്. അപ്പം അതിനൊരു ഇരിക്കുന്ന സംഭവം പലക ഉണ്ടായിരുന്നില്ല. അപ്പം പണ്ടത്തെ ഏതൊരു പലക എടുത്തിട്ട് സൈഡിൽ രണ്ടതൊക്കെ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പണ്ട് നമ്മൾ ഇടുന്ന ഒരു ഓർമ്മയിൽ ചെയ്തതാണ്. അങ്ങനെ അച്ഛനിതാ അതിൻ്റെ ഫൈനൽ പരിപാടി. കണ്ണൂരിൽ എത്ര സമയം ആടുന്ന എനിക്കറിയില്ല. കണ്ണൂരിന് സാധാരണ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കുറവാണ്. കണ്ണു ഊഞ്ഞാലാടോ മമ്മയ്ക്ക് തരുമോ ഊഞ്ഞാൽ? മമ്മക്ക് ആടാൻ തരുമോ? പഴം പോലും മുറിയാനുള്ള മൂർച്ചയില്ലാതൊരു കത്തിയത്. പക്ഷെ കണ്ട ഭയങ്കര ഒരു ഡെഡ്ലി കത്തി. ഇന്നപ്പോൾ ക്യാമ്പ് ഫയർ ആക്കുന്നില്ലേ? ഇങ്ങോട്ട് മാറ്റണാ? നമ്മളത് കുറച്ച് ഇങ്ങോട്ട് വെക്കാം. അവിടെ മുകളിൽ വയറ് പോകുന്നില്ലേ? അച്ഛൻ ഇന്നലെ പറയുന്നത് നമുക്ക് ക്യാമ്പ് ഫയർ ആക്കാമെന്ന്. അപ്പോൾ ഇന്നലെ ഇവിടെ ആയിരുന്നു നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ വൈഫൈൻ്റെ വയറ് പോകുന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അച്ഛനതിൻ്റെ ബലമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ. കണ്ണു അത് കൊണ്ട് കൊടുക്ക്. കണ്ണു വാച്ച് ആക്കുന്ന പക്ഷെ കൺമണി, നമ്മൾ സ്വിങ്ങിൻ്റെ ഇരിക്കേണ്ട സംഭവം റെഡി ആയിട്ടില്ലല്ലോ. സ്വിങ്ങിന് സീറ്റ് റെഡി ആയിട്ടില്ല. അതിന് സീറ്റ് വേണ്ടേ? സീറ്റ് കല്ലൊരു ഇതാവുന്നുണ്ടോ എന്തോ. കണ്ണൂന് പ്രശ്നമില്ല, നമുക്ക് കല്ല് പ്രശ്നമായിരിക്കും. അതല്ല, ഇത് നിക്കണ്ടേച്ചാ, ഇതിനൊരു വീതി കുറവുണ്ട്. അത് കുറച്ചുകൂടി വീതി ഉണ്ടല്ലേ? കൊത അപ്പോൾ നമ്മുടെ സംഭവം അടിപൊളിയായിട്ടുണ്ട്.
ഇതൊക്കെ കാണുമ്പോൾ എത്ര പേർക്ക് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മിസ്സാവുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. കണ്ണുവിന് പശുവിൻ്റെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കണ്ണു നമ്മുടെ വീട്ടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള വീട്ടിൽ കളിക്കാൻ വന്നിരിക്കുക. നമ്മളുടെ മെയിൻ പരിപാടി ഇതാ. എനിക്കും എൻ്റെ കുട്ടിക്കാലാണ് കേട്ടോ കൺമണി ഇപ്പം ഈ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു, നമ്മുടെ വീട്ടിലും ഇതുപോലെ തന്നെയായിരുന്നു. അപ്പം ഞാൻ എങ്ങനെയാണ് വളർന്നത് അതുപോലെ തന്നെ. അപ്പോൾ എന്താ ആ ഒരു ഒരു ചായപ്പൊടീൻ്റെ പഴയ ബോക്സില്ലേ അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദാവൺഗിരിയിൽ നിന്ന് പയ്യന്നൂർ കോടി വന്നിട്ട് ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇവിടെ ഇങ്ങനെയൊക്കെ കളിക്കുക, മണ്ണിൽ കളിക്കുക, പുറത്തൊക്കെ കളിക്കുക, എല്ലായിടത്തും പോവുക, അച്ഛൻ്റെ കൂടെ ബൈക്കിൽ പോവുക, ഇങ്ങനെ പശുവിൻ്റെ അടുത്ത് കളിക്കുക, ഇതൊക്കെ തന്നെയാണ് അവളുടെ മെയിൻ പരിപാടി. അച്ഛൻ പറഞ്ഞു നമുക്ക് രാത്രി വേണമെങ്കിൽ ഒരു ക്യാമ്പ് ഫയർ പോലെ സെറ്റപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ക്യാമ്പ് ഫയർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്ത്, ഞാൻ 5th മുതൽ 8th വരെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലുണ്ടായിരുന്നു. അപ്പം ഈ അതിൻ്റെ ക്യാമ്പൊക്കെ ഉണ്ടാവുമല്ലോ, സബ് ജില്ല, ജില്ല, ഇതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. സബ് ജില്ല എന്ന് തന്നെയാണോ അത് പറയുന്നത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ അതിൻ്റെയൊക്കെ ക്യാമ്പിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അതിനിടയ്ക്ക് വന്നതാണ്. അപ്പോൾ ഈ ക്യാമ്പിന് പോകുന്ന സമയത്ത് നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യ ദിവസം നമുക്ക് നമ്മളെ ആൾക്കാർ മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ, നമ്മുടെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ മാത്രം. പക്ഷേ ചില ക്യാമ്പ്സൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു നമ്മൾ അതിന് മുന്നേ കണ്ട ഫ്രണ്ട്സിനൊക്കെ കിട്ടും അവിടെ. പക്ഷേ കൂടുതൽ നമുക്ക് ആദ്യത്തെ ഒരു ദിവസം നമുക്ക് നമ്മളെ ആൾക്കാർ തന്നെ. പക്ഷെ അത് അവിടെ പോയിട്ട് വേറെ വേറെ ഹൗസിലൊക്കെ മാറ്റുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആൾക്കാർ തന്നെ നമ്മളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ആ പോകുന്നതിൻ്റെ പ്രീവിയസ് നൈറ്റ് അപ്പോൾ നമുക്ക് അപ്പോഴേക്കും നമ്മുടെ കൂടെയുള്ളവർ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടുണ്ടാവും. അവർ വേറെ സ്കൂളിലെ കുട്ടികളായിരിക്കും, അവരുമായിട്ട് നമുക്ക് എന്തോ ഒരു നല്ലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ എന്തെങ്കിലും കലാപരിപാടികളും ഈ ക്യാമ്പ് ഫയറിന് ചുറ്റും പാട്ടൊക്കെ പാടി അതൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഇന്ന് രാത്രിയും കൂടെ അല്ലേ ഉള്ളൂ, നാളെ നമ്മളെല്ലാവരും വേറെ വേറെ പോവില്ലേ എന്നുള്ളൊരു സങ്കടമാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ക്യാമ്പ് ഫയർ ഒക്കെ പറഞ്ഞപ്പോഴും അതാട്ടോ ഞാൻ ഓർത്ത്. ഈ കാണുന്ന ആർക്കെങ്കിലും അതുപോലത്തെ മെമ്മറീസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഇവിടെ താഴെ കമൻറ്റിൽ പറയണം. നിങ്ങളിതൊക്കെ കമൻറ്റിൽ പറയുമ്പോൾ എനിക്ക് ആ കമൻറ്റൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊരു സ്ഥലമല്ലേ. ചിലപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അപ്പം എൻ്റെ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങളുടെ ഇതുപോലത്തെ മെമ്മറി നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ അത് പെട്ടെന്ന് എവിടെയെങ്കിലും കുറിച്ചിടുന്നത് പോലെ ഇവിടെ ഒരു കമൻറ്റിൽ പറയണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്താ, ഇരുട്ടാൻ തുടങ്ങി. കണ്ണു പിന്നെ പശുവിൻ്റെ അടുത്ത് കൊണ്ട് അങ്ങോട്ട് കളിക്കാൻ പോയി. എനിക്കിന്ന് കുളിക്കണം, കാരണം ലേറ്റ് ആക്കുന്നില്ല. ഞാൻ സാധാരണ രാവിലെ കുളിക്കുന്നത്, ഇന്നിപ്പോൾ ലേറ്റായി, ഇന്ന് വൈകുന്നേരമായി. കുളിച്ചിട്ട് രാത്രിയിലേക്ക് ഞാൻ വയ്ക്കുന്ന ഒരു മീൻ പൊരിക്കാം, മീൻ എന്തെങ്കിലും ഫ്രൈ ചെയ്തിട്ട് കഴിക്കാം. കാരണം ഞാനിന്ന് ചോറ് കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ പരിപാടിയുണ്ട്. നമുക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം എന്തൊക്കെയാണ് പരിപാടി. അമ്മ കുളിക്കാൻ പോയി, അമ്മയ്ക്ക് ഒട്ടും വയ്യ. അപ്പോൾ അമ്മയ്ക്ക് മെഡിസിനൊക്കെ ഉണ്ട്. പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നമ്മളിങ്ങനെ ആയിരുന്നു കഴിഞ്ഞ 2-3 ദിവസം. അമ്മയ്ക്ക് ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ, അമ്മയ്ക്ക് ഇന്നാണ് ശരിക്കൊരു വൈറൽ അറ്റാക്ക് എന്ന് വെച്ചാൽ ഇന്നാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ മീനിനെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ആർക്കൊക്കെ മീൻ വേണമെന്ന് അറിയില്ല. മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമുള്ള ഒരു സാധാരണ മാരിനേഷനാണ്. ചെമ്പല്ലിയുടെ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു 7-7:30 ആകുമ്പോൾ നമുക്കിതിനെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാം. ഇപ്പം അടിപൊളി. ഇങ്ങോട്ട് പോയി, വയനാട് പോയി. ആ ഒരു ക്ലൈമറ്റിലെല്ലാം നമുക്ക് ഇതെല്ലാം വേണം. ക്യാമ്പ് ഫയർ വയനാട് പോയിട്ട് അമ്മ ക്യാമ്പ് ഫയറിലുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞാൻ വീഡിയോ എടുക്കേ. അല്ല തമ്മായിട്ട് നിങ്ങൾക്ക് പിന്നെ ഈ നോർത്തിലെല്ലാം ഉണ്ടാകുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കില്ല അല്ലേ, ആർമിയിലുണ്ടാകുന്ന സമയത്ത്? ആ സമയത്തെല്ലാം നിങ്ങൾക്ക് ഡെയിലി ഉണ്ടാവില്ലേ ക്യാമ്പ് ഫയർ? ഡെയിലി ഇല്ല, ഞങ്ങളിങ്ങനെ
സ്കീമിനൊക്കെ പോകുമ്പോൾ മാത്രം. അല്ലാത്ത സമയത്തൊന്നും ഉണ്ടാവില്ല. എവിടെയെങ്കിലും ദൂരെ സ്കീമിന് പോയ രാത്രി ഇതേമാതിരി ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്. 150 വണ്ടിയെല്ലാം ഒന്നിച്ച് ട്രക്കല്ലേ വലിയ തണുപ്പ് തുടങ്ങും. അതുമാതിരി ചൂടും ഉണ്ടായി. ചൂട് ഭയങ്കര പ്രത്യേകം പറയാം. ഒരു ദിവസം മഴയിലേക്ക് തന്നെ ചൂടല്ലേ. ഇന്നെന്ത് ചൂടാണ്. അച്ഛൻ്റെയും അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെയും സംസാരത്തിൻ്റെ അടുത്ത് കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോഴേക്കും എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നു. ഞാൻ വിചാരിച്ചു നമുക്ക് പെട്ടെന്ന് മീൻ വറുത്തിട്ട് ഫുഡ് കഴിക്കാം. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ കഴിക്കാം. ഇത് നല്ല ഫ്രൈ ആയിട്ട് വരട്ടെ. ഇന്നത്തെ എൻ്റെ ഭക്ഷണം പാവയ്ക്ക, അച്ചാറ്, ചമ്മന്തി, ഫിഷ് ഫ്രൈ. ഇപ്പോൾ ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു വന്നിരിക്കുക. സമയം 7:45 ഉള്ളൂ. അമ്മ റസ്കൊക്കെ കഴിച്ചിട്ട് അമ്മ പറഞ്ഞു ചോറ് വേണ്ട പറഞ്ഞു. ഞാനും അച്ഛനും കൺമണിയും ഫുഡൊക്കെ കഴിച്ചു. അച്ഛനും കണ്ണും TV വയ്ക്കാൻ വേണ്ടി പോയി. ഞാനിങ്ങനെ പുറത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്താ, കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ ഫോണിൽ നോക്കും, പിന്നെ കിടന്നുറങ്ങും. ഒത്ത ഉറങ്ങിയിട്ടും തീരാത്ത പോലെ. വൈറൽ അറ്റാക്കൊക്കെ ആകുമ്പം എല്ലാവർക്കും റെസ്റ്റാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരുപാട് എൻ്റർടൈനിങ് ആയിട്ടോ അല്ല പുതിയ പുതിയ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ളതൊന്നുമല്ല. ഞങ്ങളുടെ വീട്ടിലെ ഒരു സുഖമില്ലാത്തൊരു ദിവസം. കാരണം ഒരുപാട് പേരെന്നോട് എന്താ പറ്റി, എവിടെയാ, കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്തു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. വീട്ടിലെല്ലാവർക്കും പ്രശ്നമായതുകൊണ്ട് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എത്രത്തോളം ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ താഴെ കമൻറ്റിൽ പറയണം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നെക്കുറിച്ച് എല്ലാവരോടും പറയണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നത് വരെ ബൈ ബൈ.